സഖ്യവ്രതവുമായി അതിരിടുന്ന പത്തനാപുരം മണ്ഡലവും ഒപ്പം കുട്ടനാടും തമ്മിൽ എന്താണ് ബന്ധം? ഒരു വലിയ ബന്ധമുണ്ട്. മാവേലിക്കര മണ്ഡലത്തിലാണ്. യെസ്, മാവേലിക്കര ഇത്തവണ വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. വളരെ കാലമായി കൊടിക്കുന്നിൽ സുരേഷ് വളരെ ഈസിയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ CA അരുൺകുമാർ എന്ന യുവ സ്ഥാനാർത്ഥി ഇറക്കിയ അതിശക്തമായ മത്സരം ഇടതുമുന്നണി കാഴ്ചവെക്കുന്നു. ദക്ഷിണ കേരളത്തിൽ ആറ്റിങ്ങൽ കഴിഞ്ഞാൽ ഇടതുമുന്നണി ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര. കോൺഗ്രസും UDF-ഉം ഏറ്റവും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന, ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മണ്ഡലമാണ് മാവേലിക്കര. എന്ത് തോന്നുന്നു? ഈ പത്തനാപുരം മുതലുള്ള ഒരു മാപ്പ് ഉണ്ടല്ലോ അങ്ങ് കുട്ടനാട് വരെ, അതൊരു വല്ലാത്ത കിടപ്പാണ്. ഈ മണ്ഡലം തമ്മിൽ എങ്ങനെ ഇത് പ്രചരണമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോകും? ഒരു അവിടുത്തെ MPക്കാണെങ്കിലും സ്ഥാനാർത്ഥികൾക്കാണെങ്കിലും ഒക്കെ ഒരറ്റത്ത് നിന്ന് ഒരറ്റം വരെ എത്താൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള, അത് ഈ 2009 മുൻപ് നടന്ന മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് അതിങ്ങനെ വേണമെങ്കിൽ വികലമായത് എന്ന് പറയാം. ആ രീതിയിൽ മണ്ഡലം പുനർനിർണയം നടത്തി കഴിഞ്ഞു. പണ്ടത്തെ മാവേലിക്കര മണ്ഡലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ടത്തെ അടൂരും ഇങ്ങനെയായിരുന്നില്ല. പണ്ട് അടൂരുണ്ട്, മാവേലിക്കരയുണ്ട്. മാവേലിക്കര ഇപ്പുറത്തെ ഈ ഒരു നമ്മുടെ ഈ ഹൈവേയുമായിട്ടൊക്കെ ചേർന്നൊരു ഭാഗത്തേക്ക് ചടയമംഗലം മുതൽ അങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പൊ കൊല്ലത്തേക്ക് പോയി. അത് കൊല്ലത്തേക്ക് പോയി. അങ്ങനെ മൊത്തത്തിൽ ഒന്ന് മാറി മറിഞ്ഞ ഒരു മണ്ഡലമായിട്ട് മാവേലിക്കര മാറി. അടൂർ മണ്ഡലം ഇല്ലാതെയുമായി. പുതിയ മാവേലിക്കരയെ സംബന്ധിച്ച് നോക്കിയാൽ ഹാട്രിക് കൊടിക്കുന്നിൽ സുരേഷ് തികച്ച മണ്ഡലമാണ്. 2009, 2014, 2019 അങ്ങനെ 15 വർഷമായി ഒരൊറ്റ MP എന്ന് പറയുമ്പോൾ അവിടെ ആന്റി ഇൻകംബൻസിക്ക് ഒരു സാധ്യതയില്ലേ? സ്വാഭാവികമായി ഉണ്ടാവും. അല്ല, ആന്റി ഇൻകംബൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനു മുമ്പ് 1989 മുതൽ ശരിക്കും പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് ആന്റി ഇൻകംബൻസി നേരിടേണ്ടതാണ്. പക്ഷെ അപ്പോഴെല്ലാം തുടർച്ചയായിട്ട് 89, 91, ചെങ്ങറ സുരേന്ദ്രൻ ജയിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. ഈ ഐക്യമുന്നണി സർക്കാർ വന്നതുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലെ രാഷ്ട്രീയ മാറ്റത്തിനിടയിലാണ്. എനിക്ക് 96-ലും 2004 ജയിച്ചു. പക്ഷെ അതിന് മുൻപ് 96-ലോ 98-ലോ ആണ്. എന്താണെങ്കിലും 2 പ്രാവശ്യം ചെങ്ങറ സുരേന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെങ്ങറ സുരേന്ദ്രൻ നേടിയ വിജയം CA അരുൺകുമാറിലൂടെ സാധ്യമാകുമോ എന്നുള്ളതാണ് CPI നോക്കുന്നത്, ഇടതുപക്ഷം നോക്കുന്നത്. നമുക്ക് ആ സ്ഥാനാർത്ഥികളെ ഒന്ന് കാണിച്ചാൽ നമ്മുടെ വോളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ തെളിയും. കൊടിക്കുന്നിൽ സുരേഷ്, CA അരുൺകുമാർ, ബൈജു കലാശാല. ആ സ്ഥാനാർത്ഥിത്വം കൂടി ശ്രദ്ധിക്കേണ്ട, ബൈജു കലാശാലയുടെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയി മത്സരിച്ചതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. ഈ കൂടുമാറ്റത്തിന്റെയും കൂടാരം മാറ്റത്തിന്റെയും ഒക്കെ കാലമാണല്ലോ, കുറെ കാലമായി. ആ ഒഴുക്കിൽപ്പെട്ടു പോയ ഒരാളാണ് ബൈജു കലാശാല. എന്ത് കാണിക്കാൻ കഴിയും ബൈജു കലാശാലയ്ക്ക്? എന്ത് പ്രകടനം കാണിക്കാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ മാവേലിക്കര മണ്ഡലത്തിലൊക്കെ അത്യാവശ്യം നല്ല ഫൈറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് P. സുധീറൊക്കെ മത്സരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ലോക്സഭയിലേക്ക് എനിക്ക് തോന്നുന്നു BJP അങ്ങനെ കാര്യമായി പ്രതീക്ഷ വെക്കാത്ത, കഴിഞ്ഞ പ്രാവശ്യം തഴവ സഹദേവനായിരുന്നു. ഇത്തവണ അത് ബൈജു കലാശാലയിലേക്ക് മാറുന്നു. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്ന് വന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് ആ ഒരു ബന്ധം ഉപയോഗിച്ച് അഡീഷണൽ ആയിട്ട് എത്ര വോട്ട് കൊണ്ടുവരാൻ കഴിയും കഴിയുമോ? അല്ല, ഇപ്പം ഈ ഇവിടെ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോ ഡീന്റെ കാര്യം പറയുന്ന പോലെ ഒന്നുമുള്ള ഒരു വലിയ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു കംഫർട്ട്, ഒരു സോൺ, അങ്ങനെ ഒരു കാര്യം കൊടിക്കുന്നിൽ സുരേഷിന് അവിടെ ഇല്ല. അപ്പോൾ ഡീന്റെ കാര്യം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ രമ്യ ഹരിദാസിന്റെ കാര്യം പറഞ്ഞതുപോലെ അങ്ങനെ വലിയൊരു ഭൂരിപക്ഷം ഒന്നും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ബൈജു കലാശാലയൊക്കെ വേണമെങ്കിൽ പിടിച്ച് മാറ്റാവുന്നോട്ട് 1,33,000 വോട്ടുണ്ട് തഴവ സഹദേവന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് BDJS അല്ലെങ്കിൽ NDA പിടിച്ച വോട്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒക്കെ വർദ്ധിപ്പിക്കാൻ ഈ കോൺഗ്രസ് ബന്ധം കൊണ്ടൊക്കെ കഴിയുമോ? അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, CA അരുൺകുമാർ എന്ന് പറയുന്ന പുതിയ സ്ഥാനാർത്ഥി, ഒരു ഫ്രഷ് ഫേസ്, ഒരു ചെറുപ്പക്കാരൻ. ഇത്രയും നാള് ഉണ്ടായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് അല്ലാതെ വേറൊരാള് എന്ന് വരുന്നു. യുവത്വത്തിന്റെ ചോരത്തിളപ്പ്. പിന്നെ കാണേണ്ടത് നമ്മുടെ ഒപ്പീനിയൻ പോളിൽ, ആദ്യഘട്ട ഒപ്പീനിയൻ പോളിൽ ഇഞ്ചോടിഞ്ച് ഒറ്റത്തിനൊപ്പം 2 പേർക്ക് ഒരേ വോട്ട് പെർസെന്റേജ് ആയിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഒപ്പീനിയൻ പോളിൽ ജസ്റ്റ് 1% മാത്രമാണ് അവിടെ കൊടിക്കുന്നിൽ സുരേഷ് മുമ്പിൽ നിൽക്കുന്നത്. വേറും 1%. അല്ല, കൊടിക്കുന്നിൽ സുരേഷ് എത്ര വലിയ ആന്റി ഇൻകംബൻസി നേരിട്ട് കഴിഞ്ഞാലും പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ബന്ധങ്ങൾ, ഒരു ടാക്ടിക്സ്. പിന്നെ ഈ കൊല്ലം ജില്ലയിൽ ഇപ്പം കോൺഗ്രസിനകത്ത് തന്നെ വലിയ നേതാക്കളും ഒക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ അവരുടെ മുകളിൽ നിൽക്കാൻ കഴിയുന്ന ഒരു നേതൃശേഷി കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ വേറൊരാളെ നിർത്തി ജയിപ്പിക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ ഒരുപാട് കാലമായി കാണുന്നു എന്നൊക്കെ പല ആളുകളും പറയുന്നു. പക്ഷേ വേറൊരാളെ റീപ്ലേസ് ചെയ്യാനും ഇല്ല എന്നുള്ളതൊരു ഘടകമാണ്. ഒരുപക്ഷെ ഈ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ പാർട്ടികൾ, നേരത്തെ രാജീവ് സാർ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ പോലെ ഈ മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നേതാക്കൾ, അതിൽപ്പെട്ട ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിന് സ്വന്തമായി വിളിച്ചാൽ വരുന്നത്ര കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് പാർട്ടി എന്നത്, അടൂർ മണ്ഡലം ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്
കൊടിക്കുന്നിലാണ്. ആർ ബാലകൃഷ്ണപിള്ളയുമായി ഇടഞ്ഞ കാലത്തൊക്കെ പാർട്ടി എന്ന് പറയുന്നത് കൊടിക്കുന്നിലാണ്. കൊടിക്കുന്നിലിന് അവിടെ സംഘടനാ ബലമുണ്ട്. അത് സ്വന്തം വ്യക്തിപരമായി ഉണ്ടാക്കിയെടുത്ത സംഘടനാ ബലമാണ്. പാർട്ടിയുടെ മിഷനിലേക്ക് അല്ല, അവിടെ ആ ജില്ലയിൽ ആ പ്രദേശത്ത് കാര്യങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് നിയന്ത്രിക്കുന്നിടത്ത് നിൽക്കും കോൺഗ്രസിനുള്ളിൽ എന്നുള്ളത്. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ വേണമെങ്കിൽ മാറ്റി നിർത്തിയിട്ട് കാര്യം നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചുണ്ട്. അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ ഇപ്പോൾ മണ്ഡലം പല ജില്ലകളിലായതുകൊണ്ട് അവിടെയൊക്കെ കൊടിക്കുന്നിൽ സുരേഷിന് ആ ഒരു സ്വാധീനമുണ്ട്. പക്ഷെ അതിനെല്ലാം ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഇത്തവണ CA അരുൺകുമാറിലൂടെ. 89 കൊടിക്കുന്നിൽ വന്നതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് സ്കൂട്ടറിൽ വന്ന് ലാൻഡ് ചെയ്തതുപോലെ തന്നെയാണ് അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥി. 2019 കഴിഞ്ഞ തവണത്തെ കണക്ക് വരട്ടെ. 61,138 വലിയ ഭൂരിപക്ഷമാണ്. പക്ഷേ നമ്മൾ മറ്റു പല മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്താൽ അത്ര വലിയ ഭൂരിപക്ഷം. കഴിഞ്ഞ കോൺഗ്രസ് വേവിൽ UDF വേവിൽ 61,138 എന്ന് പറയുന്നത് ചെറുതാണ്. മാത്രമല്ല അവിടെ ഇപ്പോ ആലപ്പുഴയിൽ കോൺഗ്രസ് തോറ്റു. അപ്പുറത്തുള്ള കോട്ടയം, കൊല്ലം, ഇതിന്റെ എല്ലാം ഇടയിൽ കിടക്കുന്ന മണ്ഡലത്തിൽ കോട്ടയത്ത് 1,00,000 മുകളിൽ, കൊല്ലത്ത് 1,00,000 മുകളിൽ. ഇതെല്ലാം നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷം കുറവായ ഒരു ഭൂരിപക്ഷമാണ്. അത് മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് അത്രയും ശക്തമായ അടിത്തറയുള്ളത് കൊണ്ടുകൂടിയാണ്. മാത്രമല്ല ചിറ്റയം ഗോപകുമാർ അന്ന് നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത് ചിറ്റയത്തെക്കാൾ മികച്ച കാൻഡിഡേറ്റ് ആണ് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ആ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഒരു ഇംപ്രഷൻ പതിഞ്ഞു. മാറിയ കാലത്ത് യുവാവ്, യുവതി ഒന്ന് കൊടിക്കുന്നിൽ നിരന്തരം MP ആവുന്നു അദ്ദേഹം. നിരന്തരം നമുക്ക് ഒരാൾ തന്നെ MP. അപ്പോൾ ഒരു ഫ്രഷ് ഫേസ് എന്ന അഡ്വാൻറ്റേജ് അവിടെ CA അരുൺകുമാറെ സംബന്ധിച്ച്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം LDF-നൊപ്പമാണ് ഏറെക്കുറെ സ്ഥലങ്ങളിലും. നിയമസഭയിൽ ഇപ്പം പത്തനാപുരം, കൊട്ടാരക്കര, കുന്നത്തൂര്, ചങ്ങനാശ്ശേരി, മാവേലിക്കര, കുട്ടനാട് എല്ലാം LDF-നൊപ്പമാണ്. ഇപ്പൊ ഈ നമ്മൾ പലപ്പോഴും കോൺഗ്രസിൽ യുവാക്കൾക്ക് സീറ്റ് കൊടുക്കണം, യുവത്വം അല്ലെങ്കിൽ പരിഗണിക്കപ്പെടണമെന്നൊക്കെ പറയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ യുവാക്കളെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ചില യുവാക്കളെ കൊണ്ടുവരികയും അവരിൽ ഭൂരിഭാഗവും പരാജയപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ ഇടതുപക്ഷം പലപ്പോഴും കൊണ്ടുവരുമ്പോൾ യുവാക്കൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ ആ ഒരു വലിയ പോരാട്ടത്തിൽ ജയം പിടിച്ചെടുക്കാൻ കഴിവുള്ളവരാണ്. അത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥി ആ ഒരു ഫാക്ടർ CA അരുൺകുമാറിന് ആ പേരിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. കഴിഞ്ഞ 61,000-ന് ശേഷം നടന്നിട്ടുള്ള ചില സംഗതികൾ കൂടിയുണ്ട്. ഒന്ന് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം, ചങ്ങനാശ്ശേരി കുട്ടനാട് മണ്ഡലങ്ങൾ കൂടി വരുന്നത്. അതായത് കേരള കോൺഗ്രസിന് വോട്ടുള്ള 2 മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സെഗ്മെന്റ് ആണ്. 61,000 കഴിഞ്ഞ തവണത്തെ തരംഗത്തിൽ പോലും, പ്ലസ് യുവ സ്ഥാനാർത്ഥി, ഇങ്ങനെ പല ഘടകങ്ങളും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പത്തനാപുരം മണ്ഡലത്തിൽ ഇപ്പം ഗണേഷ് കുമാർ മന്ത്രിയായ ഗണേഷ് കുമാർ ഇടതുപക്ഷത്തിന് വേണ്ടി എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല ഈ ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ KV ഗണേഷ് കുമാർ ആ മേഖലയിൽ. നമുക്ക് മണ്ഡലത്തിന്റെ പഴയകാല ചരിത്രം, പുതിയ മണ്ഡലം രൂപം കൊണ്ട 2009 മുതലുള്ള കണക്ക് സ്ക്രീനിൽ വരുമ്പോൾ മാവേലിക്കരയിൽ നോക്കാം. 2009 UDF, 3 പ്രാവശ്യം UDF തന്നെ, 3 തവണയും കൊടിക്കുന്നിൽ സുരേഷ് തന്നെ. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് അതുകൂടി നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു അല്ലെ? മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ വിഷയങ്ങളായി ഈ ചർച്ചയാവുകയും വരാവുന്നത്, ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ എന്തൊക്കെയാണ് മാവേലിക്കരയുടെ വിഷയങ്ങൾ? വളരെ വിശാലമായി എതിർപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി ഇൻകംബൻസിയാണ് അത്. മത്സര രംഗത്തെ പുതുമുഖം അരുൺകുമാർ എന്ന ഫ്രഷ് ഫേസ്, BDJS വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ളത്, ജാതി സംഘടനകളുടെ നിലപാട്, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മാവേലിക്കരയിൽ ഘടകങ്ങളായി വർത്തിക്കാം. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുമൊക്കെ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടേക്കാം.